10 ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുക. നമ്മുടെ ഫാബൈൻ ഫാമിലിയിലുള്ള, നമ്മുടെ ഫാബുലസ് ലൈഫിലുള്ള ഒരുവിധം ആൾക്കാരൊക്കെയും ചെയ്തിട്ടുള്ള കാര്യമാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. നമ്മൾ ചെറിയ പ്രായം മുതൽ കേട്ട വാക്കുകൾ, കണ്ട കാഴ്ചകൾ, അനുഭവിച്ച വേദനകൾ, അല്ലെങ്കിൽ ഗോ ത്രൂ ചെയ്ത സിറ്റുവേഷൻസ്, ഇതൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇന്നതിലൂടെയാണ് എനിക്ക് ഇന്ന പേടികൾ വന്നത്, അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സ്റ്റക്കായിരിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്രീ ലൈഫുണ്ട്. ആ ഒരു ലൈഫിലേക്ക് എത്താൻ പറ്റണമെങ്കിൽ ആ ഒരു ഇന്നർ ചൈൽഡിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. അതിനെ ഹീൽ ചെയ്യേണ്ടത് നിർബന്ധമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എപ്പോഴും നെഗറ്റീവായിട്ട് മാത്രം സ്വന്തത്തോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാം അറിയാം, എല്ലാ സ്റ്റെപ്സും അറിയാം, എല്ലാ പോയിൻറ്റ്സ് അറിയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം, എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളുണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതുണ്ട്. അതിന് വളരാനുള്ള അനുവാദം, അല്ലെങ്കിൽ സേഫ്റ്റി, പ്രൊട്ടക്ഷനൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആ ഒരു കുഞ്ഞിൻ്റെ വിഷമങ്ങൾ മാറ്റിക്കൊണ്ട്, അത് മനസ്സിലാക്കി വിഷമങ്ങൾ മാറ്റി, പിന്നെ അങ്ങോട്ട് നമ്മളായിട്ട് റീപാരൻറ്റിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ തന്നെ നമ്മുടെ പാരൻറ്റായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ഹീലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ പറക്കാനായിട്ട് നമ്മൾ തന്നെ അങ്ങ് ചുവട് വെക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു വലിയ സംഭവമായിട്ട് തോന്നാം. ചെറിയ സ്റ്റെപ്സാണ്, പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് കോച്ചിങ്ങിലൂടെയാണ് നമ്മൾ ഈ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നത് കേട്ടോ. ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ മാജിക്കലായിട്ടൊന്നും ചിന്തിക്കേണ്ടതില്ല. നമ്മൾ നമ്മളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ജേർണൽ ചെയ്തുകൊണ്ട്, എഴുതിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആക്കുന്നത് കേട്ടോ. നമ്മുടെ എല്ലാ കോച്ചിങ്ങും ഇമോഷണൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നടത്തുന്നത്. നമ്മൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആവുക, നമ്മുടെ ലൈഫിൽ നല്ല വെളിച്ചം ഉണ്ടാക്കിയെടുക്കുക, അതുമാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.